Assalamualaikum. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ പത്തിരിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഗോതമ്പ് പൊടിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പൊരിച്ച പത്തിരി. നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാട്ടിയിട്ടാണ് എടുക്കാറുള്ളത്. ഇത് നമുക്ക് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. നല്ല തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനാക്കിയിട്ട് നമ്മൾ പൂരിയുടെ ആ ഒരു പരുവത്തിലാക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയുടെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ കൊത്താണ് കേട്ടോ. സാധാരണ ഇതിലേക്ക് തേങ്ങയും നല്ല ജീരകം കൂടെ അരച്ചിട്ടൊക്കെയാണ് ചേർക്കാറുള്ളത്. നമുക്കിതിലേക്ക് തേങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ എള്ളും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഇതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ചതച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. തേങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കട്ടോ. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പം ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴച്ചേക്കിന് തന്നെ നമുക്ക് പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് തുടച്ചതിന് ശേഷം അവിടെ വെച്ചിട്ടോ എവിടെ വെച്ചിട്ടാണെങ്കിലും ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചെറിയ ചെറിയ പൂരികളാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നിച്ചങ്ങോട്ട് പരത്തിയിട്ട് എന്തെങ്കിലും ഒരു കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കാറാണ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയൊക്കെ തീരും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പരത്തിയെടുക്കണേ ഒരുപാട് സമയം എടുക്കും നമുക്ക്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എണ്ണ ചൂടാക്കാനായിട്ട് സ്റ്റൗവിൽ കത്തിച്ച് വെക്കുക കേട്ടോ. എന്നാൽ നമുക്ക് പരത്തിയ ആ സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഞാനൊരു ചെറിയ കപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു ചെറിയ ഏതെങ്കിലും ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കുക്കീസ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ടൊന്ന് പരത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന മാവ് വീണ്ടും നമ്മൾ കുഴച്ചിട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കുക. അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് കഴിയുന്ന വരെ ഒന്ന് പരത്തി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, ഒരുപാട് പണിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ടതിന് ശേഷം 2 ഭാഗം ഒന്ന് ഫ്രൈ ആവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു പൊരിച്ച പത്തിരി കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ തേങ്ങ കൊത്തൊക്കെ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ എള്ള്, ജീരകം ഇതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുന്നേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇങ്ങനെ തേങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ ചേഞ്ച് വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി പോവും. നമ്മുടെ അരിപ്പൊടി പോലെ അല്ലല്ലോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഇത് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ എണ്ണ കുടിക്കൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനത്തെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട.
അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചൂടോട് കൂടി തന്നെ കഴിക്കുക. ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പായിരിക്കും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണെങ്കിലും പുറത്ത് നല്ല ക്രിസ്പായിരിക്കും. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, അരിപ്പൊടിയിൽ ചെയ്ത അത്രയും ക്രിസ്പായിട്ട് ഇരിക്കൂല കേട്ടോ. അരിപ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പായിട്ടിരിക്കും. ഇത് ചൂടോട് കൂടി നല്ല ക്രിസ്പായിരിക്കും. ചൂട് ആറിയാൽ ഇതെന്താവും, സോഫ്റ്റ് ആവും കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.